തുളസി ദേവിയുടെ പാതിവൃത്യ പഞ്ചനാണ് നമുക്ക് 24ാമത്തെ അധ്യായത്തിൽ നോക്കാനുള്ളത്. ആ ഭഗവാന്റെ ആ ജഗദീശ്വരിയുടെയും അനുഗ്രഹത്തോടുകൂടി നമുക്കത് നോക്കാം. അപ്പൊ തുളസി ദേവിയിൽ ഭഗവാൻ ഹരി എപ്രകാരമാണ് വീര്യാദാനം ചെയ്തത് എന്ന് ആ ആഖ്യാനം വിസ്തരിച്ച് പറഞ്ഞെന്നാണ് പറയലായി ഈ നാരദർക്ക് ഇങ്ങനത്തെ എപ്പോഴും കഥ കേട്ടോണ്ടിരിക്കണം. അപ്പൊ ശംഖചൂടന്റെ കവചം ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിലെത്തി യാചിച്ച് വാങ്ങിയല്ലോ. അതിനുശേഷം ഭഗവാൻ ശംഖചൂടന്റെ രൂപമെടുത്ത് തുളസി ദേവിയെ സമീപിച്ച് അവളുടെ പാതിവൃത്യത്തെ ഭഞ്ജിച്ചു. പ്രകാരമൊക്കെ ചെയ്താൽ മാത്രമേ ശംഖചൂടനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ തുളസി ദേവിയുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ജയഘോഷത്തിന്റെ അടയാളമായ പെരുമ്പറ ഘോഷവും കേട്ട് തുളസി ദേവി ജനവാതിൽക്കൽ കൂടി പുറത്തേക്ക് നോക്കി. തന്റെ പതി മഹാദേവന് ജയിച്ചു വരികയാണെന്ന സന്തോഷത്താൽ ആ പതിവ്രത ബ്രാഹ്മണർക്കും സന്യാസിമാർക്കും സ്തുതിപാലകന്മാർക്കും ധാരാളം ധനവും മറ്റും നൽകി സന്തോഷിപ്പിച്ചു. പാവല്ലേ നോക്കിയാൽ, സ്ത്രീകളാൽ ഇങ്ങനെ വേണം. ഭഗവാൻ തേരിൽ നിന്നിറങ്ങി തന്റെ മണിമേടയിലേക്ക് കയറി. അപ്പോഴേക്കും തുളസി സന്തോഷത്തോടെ വേഗം വന്ന് തന്റെ പതിയുടെ കാൽ കഴുകി ആനന്ദബാഷ്പം ചൊരിഞ്ഞുകൊണ്ട് രത്നനിർമ്മിതമായ പീഠത്തിലിരുത്തി പിന്നീട് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത താമ്പൂലം നൽകി അടുത്തിരുന്ന് വീശിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, യുദ്ധത്തിൽ ജയിച്ചു വന്ന എന്റെ പ്രിയതമനെ കണ്ടതുകൊണ്ട് എന്റെ ജന്മം സഫലമായി. ലജ്ജ കൊണ്ട് മുഖത്തോടുകൂടി യുദ്ധവൃത്താന്തങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പ്രഭ, ഇങ്ങനെയാണ് വിശ്വസംഹാരകനായ ശിവനെ അങ്ങ് ജയിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ തുളസിയോട് ചോദ്യം കേട്ട് ശംഖചൂടന്റെ രൂപത്തിൽ വന്ന ഹരി മധുരമായ സ്വരത്തിൽ പറഞ്ഞു, ദേവി, ഞങ്ങൾ 100 കൊല്ലത്തോളം യുദ്ധം ചെയ്തു കേട്ടോ. ദൈത്യ സൈന്യങ്ങളൊക്കെ നശിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ അവിടെ എത്തി ഞങ്ങളെ കൊണ്ട് സന്ധി ചെയ്യിപ്പിച്ച് യുദ്ധം നിർത്തിവെപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വർഗം ദേവന്മാർക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതാ ഇങ്ങോട്ട് പോന്നു. ശിവഭഗവാൻ കൈലാസത്തിലേക്കും പോയി. യുദ്ധവൃത്താന്തങ്ങളും പല നേരം പൊക്കളും പറഞ്ഞതിന് ശേഷം അവർ ശയ്യാഗൃഹത്തിലെത്തി. ഭഗവാൻ തുളസീദേവിയുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് തുളസി ദേവിക്ക് തന്റെ പതി തന്നെയാണോ സംശയം തോന്നി. അവൾ ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് എന്റെ പാതിവൃത്യം ഭഞ്ജിച്ചത്? എന്നെ വശീകരിച്ച് നശിപ്പിച്ചതിനാൽ ഞാനിത് ശപിക്കുന്നു. പറയുമ്പോഴേക്കും ഭഗവാനുടൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് പറയാന്ന് വെച്ചാൽ ഭഗവാനെ ശപിക്കലെന്നുണ്ടെന്നൊരു കഥ. രത്നാഭരണങ്ങളും ധരിച്ച് മന്ദഹാസവും കൊണ്ട് നിൽക്കുന്ന ശ്രീഹരിയെ കണ്ട് തുളസി ബോധം കെട്ട് നിലത്ത് വീണു. ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, പ്രഭു, എന്ത് കഠിന പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത്? എന്റെ പ്രാണനാഥനെ അങ്ങ് വധിച്ചുവോ? നിന്റെ ഹൃദയത്തിൽ ഒട്ടും അലിവില്ലാതെ ആയിട്ടോ. അങ്ങയുടെ ഹൃദയം കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ? അങ്ങ് ഭൂമിയിൽ കരിങ്കല്ലായി തീരട്ടെ എന്ന് ശപിച്ചു. വളരെ ദാക്ഷിണ്യമുള്ളവനാണെന്ന് പറഞ്ഞവർ അജ്ഞരാണ്. അവർക്കൊന്നും അറിയില്ല ഭഗവാനെ. അല്ലാണ്ട് അങ്ങനെ പറയില്ല. എന്തിനാണ് അങ്ങയുടെ പരമഭക്തനായ ശംഖചൂടനെ വധിച്ചത്? ഇപ്രകാരം വിലപിക്കുന്ന തുളസിയെ ഭഗവാൻ നയത്തിൽ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ ഭർത്താവായി ലഭിക്കാൻ അനവധി കാലം തപസ് ചെയ്തില്ലേ? നിന്നെ ലഭിക്കാൻ ശംഖചൂടനും കുറേ കാലം തപസ് ചെയ്തു. ഇപ്പോൾ നിനക്ക് നീ ചെയ്ത തപസ്സിന്റെ ഫലം ലഭിക്കാൻ സമയമായി. നീ ഈ ശരീരം ഉപേക്ഷിച്ച് ദിവ്യരൂപം കൈക്കൊണ്ട് എന്റെ കൂടെ രമിച്ചാലും നിന്റെ ഈ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി ഭാരതത്തിലെ ജനങ്ങളെ പരിശുദ്ധീകരിക്കട്ടെ. നിന്റെ കേശം വൃക്ഷ സമൂഹമായി തീരും. തുളസിയുടെ കേശത്തിൽ നിന്ന് ഉണ്ടായതാകയാൽ ആ വൃക്ഷം തുളസി എന്ന നാമത്തിൽ പ്രസിദ്ധി ആർജിക്കും. 3 ലോകത്തിലും ദേവന്മാരെ പൂജിക്കുന്നതിൽ തുളസി വളരെ പ്രധാനമായ പുഷ്പമായി തീരും. ഹേ തുളസി, നീയാകുന്ന വൃക്ഷത്തിൽ നിന്ന് തുളസീതളം ശിരസിൽ ഏൽക്കാൻ വേണ്ടി സകല ദേവന്മാരും ഞാനും അതിന്റെ ചുവട്ടിൽ വസിക്കും. 10,000 ഗോക്കളെ ദാനം ചെയ്തതിന്റെ ഫലം എത്രയുണ്ടാകുമോ അത്രയും ഫലം കാർത്തിക മാസത്തിൽ തുളസീതളം ദാനം ചെയ്യുമ്പോൾ ലഭിക്കും. മൃത്യുകാലത്ത് തുളസീതീർത്ഥം സേവിച്ചു മരിക്കാൻ സാധിച്ച സർവ്വ പാപങ്ങളും നശിച്ച് വിഷ്ണുലോകം പ്രാപിക്കും. തുളസീതളം കൊണ്ടുണ്ടാക്കിയ മാലകൾ ചാർത്തുന്നവന് അശ്വമേധയാഗം ചെയ്ത പുണ്യം ലഭിക്കും. സംക്രാന്തി ദിവസങ്ങളിലോ അല്ല ദ്വാദശിയിലോ തുളസീതളം നുള്ളുന്നവന് വിഷ്ണു ശിരസിനെ അർക്കുന്നത് പോലെയാകും. കൊഴിഞ്ഞു വീണ തുളസീതളവും ഹരിപൂജക്കെടുത്ത തുളസിയും കഴുകി ശുദ്ധമാക്കിയാൽ ഏത് കർമ്മത്തിനും എടുക്കാം. ഗോലോകത്തിൽ വൃക്ഷങ്ങളുടെ അധിഷ്ഠാതൃ ദേവതയായി കൃഷ്ണനോടൊപ്പം നിനക്ക് വിഹരിക്കാം. നദിയുടെ അധിഷ്ഠാന ദേവതയായി ഗോലോകത്ത് വസിക്കുന്ന നീ നദി എന്ന നിലയിൽ ഭൂമിയിൽ എന്റെ അംശമായ
ലവണ സമുദ്രത്തിന്റെ പത്നിയായി ഭവിക്കും. വൈകുണ്ഠത്തിൽ എന്നോടൊപ്പം സുന്ദരിയായ നീ ലക്ഷ്മിക്ക് സമാനമായി വസിക്കും. നിന്റെ ശാപം കൊണ്ട് ഞാൻ ശൈലരൂപിയായി ഗണ്ഡകി നദീതീരത്ത് വാഴും. അവിടെ വസിക്കുന്ന കോടിക്കണക്കിന് കീടങ്ങൾ തങ്ങളുടെ ദംഷ്ട്രങ്ങളെ കൊണ്ട് കരണ്ടി 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 ആ ശിലയിൽ എൻ്റെ ചക്രായുധ ചിഹ്നം ഉണ്ടാക്കും. എന്താണ് കഥ? എന്താണ്? ഗംഭീരം. ഭഗവാൻ ഇനി ആര് ശപിച്ചാലും എങ്ങനെ ശപിച്ചാലും ഒന്നൊന്നുമില്ല. ഒരു ദ്വാരവും 4 ചക്രചിഹ്നവും വനമാലയും കോടക്കാരന്റെ നിറവും ഉണ്ടെങ്കിൽ അത് ലക്ഷ്മി നാരായണം എന്ന പേരുള്ള സാളഗ്രാമമാകുന്നു. പുതുമേഘത്തിന്റെ നിറവും 4 ചക്രചിഹ്നവും ഒരു ദ്വാരവും ഉള്ളതാണെങ്കിൽ അതിനെ ലക്ഷ്മി ജനാർദ്ദനം എന്ന് പറയുന്നു. അതിൽ വനമാലയുടെ അടയാളം ഉണ്ടാവുകയില്ല കേട്ടോ. 2 ദ്വാരവും 4 ചക്രവും പശുവിന്റെ കുളമ്പിന്റെ ചിഹ്നവും ഉണ്ടെങ്കിൽ അതിനെയാണ് രഘുനാഥം എന്ന് പറയുന്നത്. വളരെ ചെറിയ 2 ചക്രവും കോടക്കാരന്റെ നിറവും ഉള്ളതാണെങ്കിൽ അതിനെ വാമനം എന്ന് പറയുന്നു. വളരെ ചെറിയ 2 ചക്ര ചിഹ്നങ്ങളും മേഘത്തിന്റെ നിറവും ഉള്ളതിനെ ശ്രീധരം എന്ന് പറയുന്നു. ആ ശില ഗൃഹത്തിൽ വെക്കുന്നത് ഗൃഹസ്ഥർക്ക് ശുഭത്തെ പ്രദാനം ചെയ്യുന്നു. തടിച്ചതും നീണ്ടുരുണ്ടതും സ്പഷ്ടമായി 2 ചക്രവും ഉള്ളതാണെങ്കിൽ അതിന് ദാമോദരം എന്ന് പറയണം. ഇടത്തരം വലിപ്പത്തിലും വൃത്താകൃതിയുള്ളതും 2 ചക്രചിഹ്നമുള്ളതും അമ്പിന്റെ അടയാളവും മാവനാഴിയുടെ അടയാളവും അമ്പിന്റെ തുളയുള്ളതുമാണെങ്കിൽ ആ ശിലയെ രണരാമം എന്ന് പറയുന്നു. ഇടത്തരം വലിപ്പത്തിൽ 7 ചക്രങ്ങളുടെയും ഛത്രത്തിന്റെയും ചിഹ്നങ്ങളും അതുള്ള ശിലയാണെങ്കിൽ അതിനെ രാജരാജേശ്വരം എന്ന് പറയണം കേട്ടോ. ഈ സാളഗ്രാമ മനുഷ്യർക്ക് രാജസമ്പത്തിനെ പ്രദാനം ചെയ്യും. സ്ഥൂലവും 14 ചക്രചിഹ്നവും മേഘശ്യാമള നിറവും ഉള്ളതാണെങ്കിൽ ആ ശിലയെ അനന്തം എന്ന് പറയുന്നു. ഈ സാളഗ്രാമം ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നൽകുന്നു. 2 ചക്രചിഹ്നങ്ങളും ഗോഷ്പദത്തിന്റെ അടയാളവും ഉണ്ടെങ്കിൽ ആ ശിലയെ മധുസൂദനം എന്ന് പറയുന്നു. 2 ചക്രചിഹ്നം മാത്രമുള്ള സാളഗ്രാമം ഉണ്ടാവും. അതിന്റെ പേര് സുദർശനം എന്നാണ്. 30 ചക്രത്തോടു കൂടിയത് അതിന്റെ പേര് ഗദാധരം എന്നാണ്. 2 ചക്രചിഹ്നങ്ങളും അശ്വമുഖത്തോടു കൂടിയ സാളഗ്രാമത്തെ ഹയഗ്രീവം എന്നാണ് പറയേണ്ടത്. അത്യധികം വിസ്തൃതമായ മുഖവും 2 ചക്രചിഹ്നവുമുള്ള സാളഗ്രാമത്തിനെ നരസിംഹം എന്ന് പറയുന്നു. ഈ സാളഗ്രാമം മനുഷ്യർക്ക് വൈരാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. 2 ചക്രചിഹ്നവും വിസ്തൃതമായ മുഖവും വനമാലാ ചിഹ്നവുമുള്ള സാളഗ്രാമത്തിനെ ലക്ഷ്മി നാരായണം എന്ന് പറയുന്നു. ഇത് ഗൃഹസ്ഥർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ദ്വാരദേശത്തിൽ 2 ചക്രചിഹ്നവും ശ്രീയും ഉള്ളതിനെ വാസുദേവം എന്ന് പറയുന്നു. ഇത് ഗൃഹസ്ഥർക്ക് സുഖത്തെ നൽകുന്നു. സൂക്ഷ്മമായ ഒരു ചക്രവും കാർമേഘത്തിന്റെ നിറവും അനേകം ദ്വാരങ്ങളുമുള്ള സാളഗ്രാമത്തെ പ്രദ്യുമ്നം എന്നാണ് പറയേണ്ടത്. ഇത് ഗൃഹസ്ഥർക്ക് സുഖത്തെ നൽകുന്നു. 2 ചക്രമുഖങ്ങൾ തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കുന്നതും പിൻഭാഗം മുൻഭാഗത്തേക്കാൾ തടിച്ചതുമായ സാളഗ്രാമത്തെ എന്താണ് വിളിക്കേണ്ടതെന്നോ? അതിനെന്റെ ഏട്ടന്റെ പേരാണ് സംഘർഷണം എന്ന് പറയുന്നു. മഞ്ഞളിന്റെ നിറമുള്ള ഉരുണ്ട സാളഗ്രാമം വളരെ ശുഭപ്രദമാണ്. ഇതിനെ അനിരുദ്ധം എന്ന് പറയുന്നു. എന്റെ പൗത്രന്റെ പേര്. സാളഗ്രാമം എവിടെയാണ് ഉള്ളത് അവിടെ ഹരിയുടെ സാന്നിധ്യം ഉണ്ടാകും. കൂടെ തന്നെ മഹാലക്ഷ്മി വസിക്കുന്നു. സാളഗ്രാമ ശിലാപൂജ നിത്യം ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാതാകും. ഛത്രാകൃതിയുള്ള സാളഗ്രാമം രാജ്യവും വൃത്രാകൃതിയുള്ള സാളഗ്രാമം ശ്രീയെയും ലഭ്യമാക്കുന്നു. ശകടാകാരമായ സാളഗ്രാമം ദുഃഖത്തെയും ശൂലാകൃതുല്യമായ സാളഗ്രാമം മരണത്തെയും വരുത്തിവെക്കും. വികൃതമുഖമുള്ളത് ദാരിദ്ര്യത്തെ വരുത്തോട്ടോ. പിങ്കള നിറമുള്ളത് ഹാനി ഉണ്ടാക്കും. മുറിഞ്ഞ ചക്രമുള്ളത് വ്യാധി ഉണ്ടാക്കും. പൊട്ടിയതാണെങ്കിൽ മരണം തന്നെയാണ് ഫലം. സാളഗ്രാമത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന വ്രതവും പൂജയും ശ്രാദ്ധവും പ്രതിഷ്ഠയും ഒക്കെ തന്നെ ഏറ്റവും അധികം ഫലപ്രദമാണ്. സാളഗ്രാമ ശിലാതീർത്ഥം നിത്യം സേവിക്കുന്നവർക്ക് ദേവന്മാർക്ക് ലഭിക്കുന്ന സൗഖ്യം ലഭിക്കും. സാളഗ്രാമം വെച്ച് അർച്ചന ചെയ്താൽ 4 വേദങ്ങളും പാരായണം ചെയ്ത ഫലം കിട്ടും. ശംഖും തുളസിയും സാളഗ്രാമവും ചേർത്ത് വെക്കുന്നവൻ വിഷ്ണുപ്രിയനാകും, സർവജ്ഞനാകും. പ്രകാരം ചെയ്യുന്നവന്റെ സ്പർശം തീർത്ഥങ്ങൾ പോലും ആഗ്രഹിക്കും. അത്രയും ഗംഭീരാന്ന് അർത്ഥം. അന്ത്യകാലത്തിൽ അവൻ ജീവൻ മുക്തനായി വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്യും. ബ്രഹ്മഹത്യക്ക് സമാനമായ പാപങ്ങൾ പോലും സാളഗ്രാമ പൂജ ചെയ്തവനെ കണ്ടാൽ
താർക്ഷനെ കണ്ട പാമ്പ് പോലെ പേടിച്ചോടിപ്പോകും. ഗ്രാമം കയ്യിൽ വെച്ച് കളവ് പറയുന്നവൻ കുംഭീഭാഗം എന്ന നരകത്തിലാണ് കേട്ടോ വീഴുക. കാളഗ്രാമം തൊട്ട് സത്യം ചെയ്ത് അത് പാലിച്ചില്ലെങ്കിൽ അവൻ അസിപത്രം എന്ന നരകത്തിൽ കഴിയേണ്ടി വരും. ഒരിക്കലെങ്കിലും ഭാര്യാഭർത്തൃബന്ധം ഉണ്ടായാൽ അവർ തമ്മിലുള്ള വിരഹം ദുഃഖത്തെ ഉണ്ടാക്കും. നീ ആണെങ്കിലോ ഒരു മന്വന്തരം കാലം ശങ്കചൂടനൊത്ത് രമിച്ചു കഴിഞ്ഞതല്ലേ. നിന്റെ ദുഃഖം സ്വാഭാവികമാണ്. ഇത് ദൈവനിശ്ചയമാണ് ദേവി. ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ തുളസിയെ ആശ്വസിപ്പിച്ചു. പിന്നീട് അവൾ ദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപം ധരിച്ച് ശ്രീഹരിയുടെ വക്ഷത്തിൽ വിരാജിച്ചു. ഭഗവാനോടൊത്ത് തുളസി വൈകുണ്ഠത്തിലേക്ക് പോയി. ശ്രീലക്ഷ്മിയും തുളസിയും ഗംഗയും വാണിയും ഭഗവാന്റെ പത്നിമാരാണ്. തുളസിയുടെ ദേഹത്തിൽ നിന്നുണ്ടായ ഗണ്ഡകി നദിയുടെ തീരത്ത് ഭഗവാൻ ശൈലരൂപിയായി വസിച്ചു. ആ ശിലേക്കീടങ്ങൾ പല രൂപത്തിലാക്കുന്നു. അവയിൽ ഏതെല്ലാമാണോ ഗണ്ഡകി നദിയിൽ വീഴുന്നത് അതൊക്കെയും ഫലദായകങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. കരയിലെ ശില സൂര്യതാപമേറ്റ് പിങ്കള വർണ്ണമായി തീരുന്നു. അത് കൊള്ളൂല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് സാളഗ്രാമത്തിന്റെ കഥ. സാളഗ്രാമത്തിന്റെ മാത്രം കഥയല്ലല്ലോ, തുളസിയുടെ കഥയും പറഞ്ഞു, തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടതും പറഞ്ഞു, സാളഗ്രാമത്തിന്റെ കഥയും പറഞ്ഞു. ഇത്രയും ഭാഗം നമുക്ക് പൊന്നമ്പന്റെയും ജലകണ്ഠികയുടെയും പാദങ്ങൾ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.